ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി വൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ ഡബിൾ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താ വെച്ചാൽ ഒന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ് അല്ലേ? അപ്പൊ ഒരു ഹാപ്പി ആനിവേഴ്സറി പറ. ഹാപ്പി ആനിവേഴ്സറി അച്ഛമ്മ. നീ തുമ്പി അച്ചോടെ രണ്ട് മൂത്തുമണികളെ ഇനി നിനക്ക് പറയണോ? പറഞ്ഞോളൂല്ലേ? വാവയും കൂടെ പറഞ്ഞോട്ടെ അല്ലേ? പറഞ്ഞോ, പറഞ്ഞു കൊടുക്ക്. ഹാപ്പി ആനിവേഴ്സറി പറയും. വാവേ പറയും. വാവേനെയും കൂടെ തെറ്റിക്കല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഒരു മിനിറ്റ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സന്തോഷം ഒന്ന് ഞങ്ങളുടെ ആനിവേഴ്സറി ആണ്. ഞങ്ങള് പരസ്പരം സഹിക്കാൻ തുടങ്ങിയിട്ട് 7 വർഷമായിരിക്കുകയാണ്. പിന്നെ ഒരു സന്തോഷം 100K യൂട്യൂബ് ഫാമിലി. ആക്ച്വലി എനിക്കത് പറഞ്ഞാൽ ഭയങ്കര ഞാൻ ഇമോഷണൽ ആയി പോകും. കാരണം കുറേ വർഷം ഇതിൻ്റെ ഉള്ളിൽ പിടിച്ചു നിന്നത് കൊണ്ട് മാത്രം കിട്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു അച്ചീവ്മെന്റ് ആണ്. ഞാനത് എനിക്ക് വലിയൊരു കാര്യമാണ്. അതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ കുറേ കമന്റ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് 100K ആവാൻ വേണ്ടി എന്നെ പോലെ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട് എന്നുള്ളത്. അത് അറിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി 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 സന്തോഷം. ഒരുപാട് പേഴ്സണൽ മെസ്സേജസ്, കമന്റ്സ് എല്ലാം കൊണ്ടും ഞാൻ ഒത്തിരി ഹാപ്പി ആയ ഒരു ദിവസമാണ് അല്ലേ? 100K ആയതിൽ സന്തോഷമായില്ലേ? എന്ത് 100K അല്ലേ? പക്ഷെ എന്നാലും എന്താ പറയാ, എനിക്ക് അതെങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. ഒത്തിരി താങ്ക്സ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം അല്ലൂസിന് 8 or 9 മാസം പ്രായമുള്ളപ്പോഴാണ് ഞാൻ നമ്മളെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് തൊട്ടിട്ട് ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. വീഡിയോ ഇടാതെ ഒരു ബ്രേക്കൊക്കെ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞാൻ കണ്ടിന്യൂസ്, എനിക്ക് റീച്ച് ഉണ്ടോ ഇല്ലയോ അങ്ങനെ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. കണ്ടിന്യൂസ് ഞാൻ അതിലൊരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആൻഡ് ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. ഇവർ രണ്ടുപേര് ഇവരുടെ കാര്യം നോക്കണം. അതിൻ്റെ ഇടയിൽ പ്രഗ്നൻസി, ഹെൽത്ത് ഇഷ്യൂസ്, കാര്യങ്ങൾ, പിന്നെ നമ്മളൊരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പം എല്ലാവരുടെയും പ്രൈവസിയും കാര്യങ്ങളും മാനിക്കണം. അപ്പം അവരുടെ കംഫർട്ടാണോ അവർ കംഫർട്ടാണോ നോക്കേണ്ട ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ട് ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഒറ്റയ്ക്കൊരു വീട്ടിലിങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെടുക്കാം. പക്ഷെ അങ്ങനെയല്ല, നമുക്കൊരു ടോട്ടലായിട്ട് ഫാമിലി, ഒരു കൂട്ടുകുടുംബത്തിൽ നിൽക്കുമ്പോൾ പല കാര്യങ്ങളുണ്ട്. ഈവൻ ഞാൻ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പോലും എനിക്ക് എല്ലാത്തിനും ആ ഒരു റൂമാണ് എൻ്റെ ഏക ഒരു എന്താ പറയുക എഡിറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് ആ റൂം മാത്രമാണ് എനിക്കൊരു ആശ്രയം. പിന്നെ പക്ഷേ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഈ ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ ഒരിക്കലും ഈ ഒരു ലെവലിൽ എത്താൻ പറ്റില്ല. അത് ഞാൻ എടുത്തു പറയാണ്. എല്ലാവരെയും എൻ്റെ വീട്ടിലെ ഈച്ച് ആൻഡ് എവറി പേഴ്സൺ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ ഒരു ഏട്ടനോട് പോയി കളിച്ചോ ഞാൻ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ളത്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും ഇവർക്കൊന്നും ഈ യൂട്യൂബ് എന്താണെന്നോ അല്ലെങ്കിൽ ഇതൊന്നൊരു ഏർണിങ്സ് കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇതൊരു എന്താ പറയാ ഇത്രയും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെന്നോ ഒന്നും ഇവർക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നീട് ഞാൻ ഇതിൽ കൊടുക്കുന്ന ഒരു എഫേർട്ട്, അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, അതിന് അവർ തിരിച്ചു എനിക്ക് തന്നിട്ടുള്ള റെസ്പോൺസ്, ഇതെല്ലാം കൊണ്ട് മാത്രമാണ് സത്യം പറയാണെങ്കിൽ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പം ഞങ്ങള് പൊയ്ക്കോ അതിലടയ്ക്കണേ. ഫസ്റ്റ് തൊട്ടിട്ട് ഇപ്പം ഞാൻ എന്തൊരു കാര്യം, എനിക്ക് ഇഷ്ടപ്പെട്ട എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിൽ നോ പറയാതെ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട് വൈശാഖേട്ടൻ. പക്ഷെ അതൊരു എന്താ പറയുക ഒരു പെർമിഷൻ എന്നൊന്നും ഞാൻ പറയില്ല. ബിക്കോസ് നമ്മളെല്ലാവരും ഒരു പേഴ്സണാലിറ്റിയാണ്, നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടാവാം, അത് നമ്മുടെ ഇഷ്ടങ്ങളാണ്, അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളെ പാർട്ട്ണർ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണ് നമുക്കത് നമ്മൾ ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുക. അത് ഓഫ്കോഴ്സ് അങ്ങനെയാണ്. പക്ഷെ പെർമിഷൻ എന്നൊരു സാധനം അതെനിക്ക് ഇഷ്ടമല്ല. ലൈക്ക് ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ ഏട്ടാ ഞാനിത് ചെയ്തോട്ടെ എന്നല്ല, ഏട്ടാ ഞാനിത് ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയാറ്. സോ അത്തരം അതായത് എൻ്റെ തോളോട് തോൾ നിന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഏട്ടനുള്ളതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ലെവൽ വരെ എത്തിയത്. പിന്നെ എൻ്റെ വീട്ടിലുള്ള ഇപ്പം അച്ഛൻ, അമ്മ, കട്ട, കല്യാണി, അങ്ങനെ എല്ലാവരും എനിക്ക് ആ ഒരു സപ്പോർട്ട് തന്നുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യണം, അമ്മ മക്കളെ താഴെ കൊണ്ടുപോകും എന്ന് പറയുമ്പം അമ്മയാണ് മക്കളെ കാര്യങ്ങൾ നോക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഇന്ന വീഡിയോ എടുക്കണ്ട കേട്ടോ എന്ന് അതിലൊരാൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് എടുക്കാൻ പറ്റില്ല അല്ലേ? അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ടായിട്ടുള്ള എല്ലാവരും അശ്വിനിനെ ഞാൻ എടുത്തു പറയും. കാരണം എൻ്റെ ഓരോ അച്ചീവ്മെന്റ്സിലും അവളും ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ്. ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. എത്ര തിരക്കിലാണെങ്കിലും എടി ഒന്ന് വാ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇട്ട ഡ്രസ്സാലെ വന്ന് വീഡിയോ എടുത്ത് തന്നിട്ട് അതേപോലെ പോകുന്നതാണ്. അപ്പോൾ അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റീനമ്മയും ഉണ്ണേച്ചനോരൊക്കെ എന്താ പറയുക
ഒരു സപ്പോർട്ടാണ്. 100K ആയോ എന്ന് വെച്ചാൽ നോക്കിയിട്ട് മോളെ 99.7 ആയല്ലോ, 99.8 ആയല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും, എനിക്കാണെങ്കിൽ ഒരാളെ ഞാൻ പറഞ്ഞിട്ട് ഒരാളെ പറയാൻ വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് ഒത്തിരി താങ്ക്സ് തന്നെയാണ് പറയാനുള്ളത്. ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു 100K ആയി എന്ന് കണ്ടപ്പം. കാരണം ഒരുപാട് കളിയാക്കലുകളും ഒരുപാട് പരിഹാസങ്ങളൊക്കെ ഞാൻ നേരിട്ടിട്ടുണ്ട് ഈ ഒരു ജേണിയിൽ. എന്നോട് ആർക്കും യൂട്യൂബ് ജേണി വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത്രമാത്രം പറയാനൊന്നും എനിക്കിപ്പോൾ അതിലെന്താ പറയുക, ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ പലതരത്തിലുള്ള സംസാരങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യം നമ്മളെ കളിയാക്കും, തമാശയ്ക്ക്, അയ്യോ അവളെ എവിടെ പോയാലും ക്യാമറ ആണല്ലോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരു ഏർണിങ്സ് ആണ് എന്നും അല്ലെങ്കിൽ ഇത് നമുക്ക് നമ്മളെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇപ്പം എന്നെ അപേക്ഷിച്ച് എൻ്റെ ലൈഫിൽ വലിയൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് യൂട്യൂബ് എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ഫാമിലി എന്നുള്ളത്. ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് സ്നേഹം കിട്ടുന്നുണ്ട്. അപ്പം എന്താ പറയുക, അത് എനിക്കൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇങ്ങനെയൊന്നും തുടങ്ങിയൊന്നുമില്ല. കൊറോണ കാരണം രക്ഷപ്പെട്ട ആളെന്ന് പറയില്ല, അങ്ങനെ ഒരാളാണ് ഞാൻ. കൊറോണേൻ്റെ ടൈമിൽ എനിക്കൊരു നേരം പോക്കിന് ഞാൻ ക്വാറന്റൈനിൽ കിടന്ന സമയത്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ചാനൽ. അന്ന് തൊട്ടിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത സമയമുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത സമയമുണ്ട്. ആ ഇമ്പോർട്ടൻസ് കൊടുത്തിപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയപ്പം ഒരുപാട് സന്തോഷം. ഞാൻ വിചാരിച്ചു നമ്മൾ വാവയൊക്കെ വരുന്ന സമയത്തേക്കൊക്കെ ആയിരിക്കും 100K ആവുക. കുറേ കമൻസ് ഞാൻ അങ്ങനെ കണ്ടിരുന്നു. അപ്പം അതിന് മുന്നേ തന്നെ ആയപ്പോൾ ഒരുപാട് സന്തോഷം. അതും ആനിവേഴ്സറീൻ്റെ അടുപ്പിച്ചായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് നമുക്ക് ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ ഒരു കുഞ്ഞൊരു സെലിബ്രേഷൻ. ഞാൻ ഇന്ന് വേറൊരു കാര്യം പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ അത് നടന്നില്ല. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒന്ന് നടത്താം. അത് നടത്തുമ്പോൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ നിങ്ങളിൽ ആരെങ്കിലും ഇപ്പോൾ ഇതുപോലെ ചാനൽ കാര്യങ്ങളൊക്കെ റൺ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരോ അല്ലെങ്കിൽ ചെയ്യുന്നവരോ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നതോ മറ്റുള്ളവരുടെ കളിയാക്കലുകളോ ഒന്നും നമ്മൾ ചെവി കൊള്ളാതിരിക്കുക. നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് നമ്മൾ ചെയ്യുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതായിരിക്കും, ഒരു ഏർണിങ്സ് എന്നുള്ള രീതിക്കൊന്നും ആയിരിക്കില്ല. നമ്മൾ ഇഷ്ടത്തിന് വേണ്ടിയിട്ട്, നമ്മൾ നല്ലൊരു മെമ്മറീസിന് വേണ്ടിയിട്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അത് നമുക്ക് അത്രയ്ക്കും എന്താ പറയുക, ഫ്യൂച്ചറിലേക്ക് നമുക്ക് ഓർക്കാനുള്ളൊരു കാര്യമായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എൻ്റെ അച്ഛൻ എന്നെ വിട്ടുപോയി. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെ സൗണ്ട് കേൾക്കണം അല്ലെ അച്ഛനെ കാണണം തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഞാൻ അങ്ങനെ തോന്നുമ്പോൾ ഞാൻ ചെയ്യാറ് എൻ്റെ പഴയ വീഡിയോസ് എടുത്ത് കാണാറാണ്. അതിലുണ്ട് അച്ഛൻ എങ്ങനെയാണ് എൻ്റെ അല്ലൂനെ കൊണ്ട് നടന്നത്, അല്ലെ അച്ഛൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ആ ഒരു ഇതിലുണ്ട്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്കൊരു ഏർണിങ്സ് എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മെമ്മറീസാണ്. നാളെ നമുക്ക് നമ്മുടെ ലൈഫിൽ പിന്നിലോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന നല്ല ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് അതിൽ മുന്നോട്ട് പോവാം. മറ്റൊരാൾ പറയുന്നതും കേൾക്കരുത്. കാരണം പലയിടത്തുനിന്നും ഞാൻ കേട്ടിട്ടുണ്ട്, എത്രയോ മുന്നേ തുടങ്ങിയ ചാനലല്ലേ ഇതുവരെ 100K ആയില്ലേ. പലരും പല രീതിക്ക് ടീസ് ചെയ്തിട്ടുണ്ടേ. ഞാനതൊന്നും മൈൻഡ് ആക്കിയിട്ടില്ല. ബിക്കോസ് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്തിട്ടോ കാര്യങ്ങളോ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ എത്താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ എത്തും. അതേ എനിക്ക് പറയാനുള്ളൂ. സോ നമ്മൾ ഒരു സ്ഥാനത്ത് എത്തി അല്ലെങ്കിൽ നമുക്കൊരു അച്ചീവ്മെന്റ് ഉണ്ടായാൽ അതിൽ അഹങ്കരിക്കാതിരിക്കുക, മുന്നോട്ട് പോവുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതിലിടയ്ക്ക് മോനെ അത്രേ എനിക്ക് പറയാനുള്ളൂ. അതായത് നമ്മൾ കുറച്ച് എന്താ പറയുക, ഞാൻ സംഭവമായി എന്നുള്ള രീതിക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് മനസ്സിലാവും. ഓഫ് കോഴ്സ് നമ്മളുടെ ബിഹേവിയറിൽ നിന്നാണെങ്കിലും ഒക്കെ നമുക്കതൊന്ന് മനസ്സിലാവും. അപ്പോൾ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ നമ്മുടെ ചാനലിലും കാണിച്ചിട്ടുള്ളത്. അല്ലാതെ സിമ്പിളായിട്ടൊരു കാര്യം പറയുകയാണെങ്കിൽ, ഞങ്ങൾ റിലേറ്റീവ് ഉണ്ടല്ലോ, പുറത്തു പോയ സമയത്ത് അവരുടെ അടുത്ത് ഒരാൾ ചോദിച്ചാൽ അത്രേ ദൃശ്യം പറയണൊക്കെ സത്യമാണോ, അതുപോലെ തന്നെ സ്നേഹത്തിലാണോ ആ വീട്ടിലെല്ലാവരും നിൽക്കാറ് എന്നുള്ളത്. ആക്ച്വലി ഞങ്ങളെ വീട് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ തമ്മിൽ ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതില്ലാത്തൊരു കുടുംബമൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ പാച്ചപ്പായിട്ട് കുറച്ച് കഴിയുമ്പോൾ അങ്ങനെ പോകും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് എന്താ പറയുക, അതൊന്നും നമ്മൾ എന്താ പറയുക അങ്ങോട്ട് വന്നിട്ട് നിങ്ങളെ മുമ്പിൽ ഒരു ഷോക്കോ അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്, അത് ചിലപ്പോൾ എന്നെ അടുത്തറിയുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഞാൻ അങ്ങനെ ബ്ലാ 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 അടിച്ച് എല്ലാവരോടും വർത്താനം പറഞ്ഞ് അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾ തന്നെയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണോ അത് അങ്ങനെ തന്നെയാണ് ഞങ്ങളടുത്ത് കാണിക്കുന്നത്. പിന്നെന്താ ഞാൻ പറയണ്ടേ, എനിക്ക് അറിയില്ല. എനിക്ക് എത്ര സന്തോഷമാണ് നിങ്ങളെ പറഞ്ഞറിയിക്കാൻ അറിയില്ല, അത്രയേ ഉള്ളൂ. ഒരുപാട് ഹാപ്പിയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക്, എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്തവർക്ക്, ഒരുപാട് പേര് സ്റ്റോറി കിട്ടണമായിരുന്നു, ഒരുപാട് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുടെ മെസ്സേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ കൊണ്ടു. കാരണം ചേച്ചി അങ്ങനെ ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. ചേച്ചി ഒരാളെന്നോട് പറഞ്ഞത്, നീ 100K ആവാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോണിലൊക്കെ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ അവരെ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ അവരുടെ ആരുമല്ല. പക്ഷെ എന്നാലും ഒരുമ്പോഴടുത്ത് കാണിക്കുന്ന ആ ഒരു സ്നേഹം ഉണ്ടല്ലോ,
സോ താങ്ക് യു സോ മച്ച്. എനിക്ക് എത്ര പറഞ്ഞാലും അത് മതിയാവില്ല. സോ 100K ഫാമിലി, ഇനി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാൽ കഴിയുന്നതിൻ്റെ മാക്സിമം ഞാനും എഫേർട്ട് ഇടുന്നുണ്ട്. ഞാൻ ഒത്തിരി എഫേർട്ട് ഇട്ടിട്ടുണ്ട്, ഒത്തിരി കുട്ടികളെയും വെച്ച് പ്രഗ്നൻസി ടൈമിൽ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ചാനലിന് ഞാൻ അത്രയും ഇമ്പോർട്ടൻസും കൊടുത്തിട്ടുണ്ട്. അതെൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട്. സോ അത്രയും എഫേർട്ട് ഇട്ടുകൊണ്ട് കൂടെ തന്നെയാണ് എനിക്ക് ഈ ഒരു അച്ചീവ്മെൻറ്റ് ഉണ്ടായതെന്ന് എനിക്ക് ഉറച്ച് പറയാൻ പറ്റും, നിങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ട്. സോ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. എൻ്റെ എഫേർട്ട്, എൻ്റെ ആ ഒരു ഇതും ഞാൻ എന്തായാലും കണ്ടിന്യൂ ചെയ്യും. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ വേണം. അപ്പം ഞാൻ എന്തായാലും ഇപ്പം ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ്. വൈശാഖിൻ്റെ വീട്ടിലേക്ക് പോകണം. അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇനി വരും. ഓക്കെ, അപ്പോൾ താങ്ക് യു. അങ്ങനെ നമ്മുടെ കട്ടപ്പ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അമ്മ അതെന്താ ചെമ്പിലൊക്കെ എടുത്തുകൊണ്ടോണെന്ന് വെച്ചാൽ ഇവിടുന്ന് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്. എൻ്റെ ഫേവറേറ്റ് ആണ്, എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. അമ്മമ്മ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കി തന്നാൽ മധുരം വളരെ കുറച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാലും ഞാൻ അധികമൊന്നും കഴിക്കാനും തന്നില്ല, കഴിച്ചിട്ടില്ല. അവിടേക്ക് കൊണ്ടുപോകാം, വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ ഇതാ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നമ്മൾ എത്തി ഗൈസ്. അപ്പം തന്നെ ഇതാ നമ്മുടെ കുഞ്ഞിമുട്ടയും അവിടെ ഉണ്ട് കേട്ടോ, നമ്മുടെ ഹേച്ചു മുട്ട. അപ്പോൾ കല്യാണി ഉണ്ട്. കല്യാണീൻ്റെ വകയാണ് ഇന്നത്തെ ഫുഡ് കേട്ടോ. അതായത് കല്യാണി അടിപൊളിയായിട്ട് ബിരിയാണി ഉണ്ടാക്കും. അപ്പോൾ അവളുടെ ബിരിയാണിയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അമ്മമ്മേൻ്റെ പായസം ഉണ്ട്. താങ്ക് യു. ഹേസ് ഇപ്പം എന്തിനാ കരയണമെന്നറിയോ? ഓളെ പപ്പ പുറത്തേക്ക് പോവാണ് ഗൈസ്. അത് കണ്ടിട്ടാണ് ഓൾ കരയണത്. ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൂടി ഉള്ളൂ ഇനി കട്ട പോകാൻ വേണ്ടി. 21-ാം തീയതി പോവാണ് കേട്ടോ. അപ്പം അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. കാരണം കുറച്ച് ദിവസം ഇവിടെ നിന്നിനെങ്കിൽ ഇമ്പളെ വാവേനെയും കൂടെ കണ്ടിട്ട് പോകാൻ പറ്റുമായിരുന്നു. വല്ലാതെ ഡെലിവറീൻ്റെ മൂട്ടിലേക്കായിപ്പോയി മൂപ്പരെ പോക്ക്. അല്ലെങ്കിലും എൻ്റെ ഒരു ഡെലിവറിക്ക് ഓൻ്റെ ഏട്ടനും ഉണ്ടാവലില്ല ഗൈസ്. അതിനുള്ള യോഗമല്ല. അപ്പോൾ അതാ ഇവനെ കൂട്ടാനാണ് പോയിനത്. ഓൻ്റെ കാല് നൈസായിട്ടൊന്ന് പൊട്ടി. ആരോ തല്ലി ഒടിച്ചതാണെന്നാണ് എൻ്റെ ഒരു വെപ്പ്. പക്ഷേ ഓൻ കാണിച്ചിരുന്നില്ല. ജന്മണ്ടെങ്ങ കാണിച്ചില്ല എന്ന് പറഞ്ഞു. കാരണം യൂട്യൂബിൽ എല്ലാവരും അറിയുന്നു. പക്ഷേ ഞാൻ പറഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞല്ലോ നമ്മളെടുത്ത് അവൻ്റെ കളി. ഇവിടെ അതാ ബിരിയാണീൻ്റെ കാര്യമായിട്ടുള്ള പരിപാടികളിലാണ്. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ബിരിയാണി ഒരു തരുമ്പ് പോലും ഉണ്ടാക്കാൻ അറിഞ്ഞുകൂടാ കേട്ടോ. ഇവൾ നല്ല രീതിക്ക് ഇവൾക്ക് കുക്കിങ്ങിന് നല്ല ഇൻട്രസ്റ്റും ഉണ്ട്. ഇവൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ. അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. എനിക്കാണെങ്കിൽ അതിൽ വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കാറില്ല. പക്ഷേ ഞാൻ പഠിക്കും ഗൈസ്, ഞാൻ പഠിക്കും. ഒറ്റയ്ക്കൊക്കെ ഒരു വീടുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നന്നായി പഠിക്കും. പക്ഷേ എനിക്ക് നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ അറിയാം. കാരണം പണ്ട് തൊട്ടിട്ടേ അച്ഛൻ അത് നിർബന്ധമായിരുന്നു. അമ്മയ്ക്ക് പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ വീട്ടിലൊന്നും തൊടുകയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ വിട്ട് നിൽക്കുന്നില്ല, അങ്ങനെയായിരുന്നു വീട്ടിൽ. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ഉണ്ടാക്കണമായിരുന്നു. ഹോസ്റ്റലിൽ പോയതിനു ശേഷം തൃശ്ശ കേടായി ഗൈസ്. ഹോസ്റ്റലിൽ പോയതിനു ശേഷം പിന്നെ ഒരു പണിയെടുക്കാതെ പോയി. പിന്നെ ഇപ്പോഴും ഞാൻ ഉണ്ടാക്കേണ്ട അവസ്ഥകൾ വന്നാൽ ഉണ്ടാക്കും. എന്നാലും അത്ര ഇൻട്രസ്റ്റ് ഇല്ല ആ ഒരു ഏരിയയിലേക്ക്. അതുകൊണ്ടാണ് ഹേസ് കുട്ടി നോക്കി നോക്കിയാട്ടോ. അവളെ വലിയച്ഛൻ വന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. വൈശാഖേട്ടന് ലാബ് ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അല്ലൂട്ടൻ അവിടെ കാര്യമായിട്ടോ അവൻ്റെ ബൈക്കൊക്കെ തുടച്ച് വീട്ടിനുള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതാ ഇത് ഫുഡ് അവിടെ ആക്കി വെച്ചത് അമ്മമ്മയ്ക്കും അമ്മച്ചനും അവിടേക്ക് ഫുഡ് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം അമ്മച്ചനും വയ്യല്ലോ, അപ്പോൾ അമ്മമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേക്ക് വന്നിട്ടുണ്ട്. സെയ്ക്ക ബേക്സ് എന്നാണ് നമ്മൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ അച്ഛനും മക്കളൊക്കെ കൂടെ വണ്ടി കയറ്റുന്നുണ്ട് ഉള്ളിലേക്ക്. കാരണം പുറത്ത് വെച്ചാൽ ഇനിയിപ്പോൾ മഴയൊക്കെ നനഞ്ഞ് കേടാവുമല്ലോ. അങ്ങനെ നമ്മുടെ എത്ര അങ്ങനെയാണല്ലേ, കുറച്ച് സഹിച്ചാളേ. ബിരിയാണി അടിപൊളിയായിട്ട് അവൾ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇനിയും കാത്തിരിക്കാനുള്ളൊരു ശക്തി ഇല്ല. കാരണം ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. അങ്ങനെ ഓവറായിട്ട് വിശന്ന് കഴിഞ്ഞാൽ നമ്മൾ കുറേ കഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടി പോകുമല്ലോ. അതുകൊണ്ട് നമ്മളധികം വിശപ്പ് ആവുന്ന വരെ നിൽക്കാൻ പാടില്ല എന്നാണ് പറയുക. പക്ഷേ ഇന്ന് ആനിവേഴ്സറിയാണ്, ഏട്ടൻ്റെ കൂടെ കഴിക്കണമെന്ന് ചേട്ടനെ കാത്തു നിന്നതാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനിരുന്നു. പിന്നെ നമ്മളുടെ പീസുകളും ഉണ്ട് കേട്ടോ. അല്ലും തുമ്പിയും അമ്മയും ഇപ്പം ഇരിക്കും. ഹേസു കരഞ്ഞപ്പോൾ അമ്മ എടുത്തതാണ് കേട്ടോ. അച്ഛനും അമ്മയും പശുവിനെ കറന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കുള്ളൂ. എന്നാലും ഞാൻ അച്ഛനെ വിളിച്ചു നോക്കി വരിയെന്ന്. അപ്പം അച്ഛൻ പറഞ്ഞില്ല മോളെ അത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ വന്നില്ല. പിന്നെ ബിബിൻ്റെ കാല് കെട്ടിക്കാൻ വേണ്ടി പോയിട്ട് ഓരും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെല്ലാവരും പാടി ഇരുന്ന് കഴിച്ചു. കല്യാണി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വന്നു. അശ്വനി പുറത്ത് എവിടെയോ പോയതാണ്. അതുകൊണ്ടാണ് അവൾ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് എത്താൻ. ഞാൻ ഭക്ഷണത്തിന് എത്തും എന്ന് പറഞ്ഞ് വൈകുന്നേരം ആയിട്ടുണ്ട് കുട്ടി എത്തും കേട്ടോ. അങ്ങനെ അല്ലൂട്ടൻ ഒറ്റയ്ക്ക് കഴിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി സ്പെഷ്യലായിട്ട് കാണിച്ചു തരാണ്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ ഭയങ്കരമായിട്ട് അങ്ങനെ കഴിച്ച് കാണിച്ചു തരും കേട്ടോ. പിന്നെ തുമ്പമ്മ ആസ് യൂഷ്വൽ അവൾ ഒറ്റയ്ക്ക് കഴിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം. നമ്മൾ വാരി കൊടുത്താലൊന്നും മൂപ്പത്തി പറ്റില്ല, വലിയ ചേച്ചിയായിണ്ടല്ലോ. പക്ഷേ എന്നാലും ചില സമയം ഇപ്പോൾ അമ്മേനെ കണ്ടതിന് ശേഷം കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അമ്മ വാരി കൊടുക്കണം എന്നൊക്കെ പറയും ഗൈസ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്.
ഗൈസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നു. ഇനിയൊന്ന് കേക്കും കൂടെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകണം. കുറേ പരിപാടികളുണ്ട്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിനോടനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടി പോകണം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വരുന്ന ഞാൻ കേക്കും കട്ട് ചെയ്തിട്ട് പോവാമെന്ന്. അപ്പോൾ എനിക്കൊരാഗ്രഹം സെറ്റ് കൊണ്ട് കൊടുത്താലോ. അങ്ങനെ സെറ്റ് കൊണ്ട് എടുത്തു. അമ്മയും അല്ലും തുമ്പിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ സെറ്റ് കൊണ്ട് കൊടുത്തു. എങ്ങനെയുണ്ട്? അല്ലൂനൊക്കെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ ഒരു സമയം 7-ാം മാസം തൊട്ടിട്ട് അങ്ങോട്ടേക്ക് സെറ്റ് മുണ്ട് തന്നെയായിരുന്നു കൊടുക്കാറ് കേട്ടോ. അപ്പോഴുള്ള സെറ്റ് മുണ്ടാണ് ഇതൊക്കെ. പക്ഷേ ഇത്തവണ നല്ല ചൂട് സമയമല്ലേ, അപ്പോൾ നമുക്ക് ഈ സെറ്റ് മുണ്ടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ അത്ര കംഫർട്ട് ആയിരിക്കില്ല എന്നും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിൻ്റെ പല പല കളേഴ്സ് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഓരോ ദിവസം ഓരോ രീതിക്ക് അങ്ങനെ ഇട്ട് നിൽക്കാറുണ്ടായിരുന്നു. പിന്നെ ആനിവേഴ്സറി ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ചേട്ടൻ എനിക്ക് മുല്ലപ്പൂ ഒക്കെ വാങ്ങി തന്നു ഗൈസ്. അപ്പം ഞാൻ അതും വെച്ച് ഇവിടെ തുമ്പമ്മ ചെറിയൊരു കുശുമ്പത്തിയായി മാറുന്നുണ്ട്. അമ്മ ഹേസുവിനെ എടുക്കുന്നത് കാണുമ്പോൾ വേഗം വലിഞ്ഞു കയറുന്നുണ്ട്. അപ്പം തന്നെ ഞങ്ങൾ പറയണ്ട അടുത്ത ആൾ വന്നാൽ അപ്പോൾ എന്താവും എന്നുള്ളത് അറിയൂല എന്നുള്ളത്. തുമ്പമ്മയ്ക്ക് അങ്ങനത്തെ കാര്യത്തിലൊക്കെ കുറച്ച് എന്താ പറയുക, അമ്മയൊക്കെ ഭയങ്കര ഓളെ ഓൺ പ്രോപ്പർട്ടിയാണ് എന്നൊരു മൈൻഡ് സെറ്റാണ് കേട്ടോ മക്കളെ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക് കേട്ടോ. വളരെ കുഞ്ഞു കേക്കാണ് വാങ്ങിച്ചത്. കാരണം നമ്മൾ ഇത്ര ആൾക്കാരേ ഉള്ളൂ, വെറുതെ അധികം കഴിക്കുകയില്ല, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അതുകൊണ്ട് അപ്പോൾ ഹാഫ് സൈഡ് നമ്മൾ യൂട്യൂബിന് കൊടുത്തു, ഹാഫ് സൈഡ് നമ്മൾ ആനിവേഴ്സറിക്കും കൊടുത്തു. അങ്ങനെ ഞാൻ ChatGPT നമ്മളൊരു ചാറ്റിനൊടുവിലാണ് ഈ ഒരു സംഭവം കണ്ടുപിടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ആരും കൊണ്ട് നോക്കില്ല, എല്ലാം പല പാട്ടൊക്കെയാ. തുമ്പിയെ ചിരിക്കി, തുമ്പി ചിരിക്കി. അയ്യോ ഒരു മിനിറ്റ്, ഞാൻ എങ്ങനെ ആക്കിയതായിരുന്നു, നമ്മളിവിടുന്ന് കലപില സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഗാലറിയിൽ ഇതാ കുറേ ആൾക്കാർ കണ്ടോണ്ടിരിക്കുന്നുണ്ട്. ഈ ഭാഗത്ത് 7 വർഷത്തെ ഉറക്കമിഴപ്പ്, പച്ച യൂട്യൂബ്, നല്ല കല്യാണം. ഇപ്പൊ 5.5 വർഷം യൂട്യൂബ്. അടിയടുത്ത് ഇരിക്കുമോളെ കേക്കിന്റെ അയ്യോ ഞാൻ ഹാപ്പി ആനിവേഴ്സറി. കെട്ടിയോടി കൊടുക്കും ആദ്യം. അങ്ങനെയല്ല ശരിക്കും ചെയ്യേണ്ടത്. ആദ്യം ഭർത്താവിന് കൊടുത്തതിന് ശേഷം ഒക്കെ കൊടുക്കും. അല്ല ഇപ്പൊ പകുതിയല്ലേ കുറിച്ചുള്ളൂ, പകുതി അത് യൂട്യൂബിന്റെ കല്യാണം കഴിഞ്ഞതിന്റെ എടുക്കുന്നുണ്ടോ? ഇനി ആനിവേഴ്സറി അതൊറ്റയ്ക്ക് എൻജോയ്. ആ കാല് വയ്യാത്ത ചെക്കനെ കൊണ്ട് എടുപ്പിക്കണം. അങ്ങോട്ട് എടുത്തിട്ട് വേണം എടുത്തു വല്യച്ഛന്റെ ആനിവേഴ്സറി കേക്ക് കേക്ക് അങ്ങനെ ഫോട്ടോ ഇട്ടില്ലടാ. അല്ലേ അപ്പുറത്തെ ഈ മുറുക്കി നല്ല ഫോട്ടോ. ഞാൻ എല്ലാരും എനിക്ക് കാണിക്കുന്നു മാത്രം തരുന്നില്ലല്ലോ. അമ്മ വരൂ.
അയ്യോ അല്ല 7 വർഷമായി എന്നെ സഹിക്കുന്നത് എല്ലാവർക്കും അല്ലടോ എന്റെ ലോങ് വീഡിയോ ഇവരെ മൂടാള് ആ ലോങ് വീഡിയോ അതൊക്കെ നീക്കിയെന്ന് ചോദിച്ചാ മധുരം ഓനെടുത്തില്ല. ഞാൻ പോവാ. എല്ലാവർക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാം സഹിക്കുന്നതിനും നിങ്ങൾക്ക് വൈശാഖിനെ സഹിക്കുന്നതിനും എല്ലാവർക്കും പിറന്നാൾ ആരതും ആയിക്കോട്ടെ, കല്യാണം ആരതും ആയിക്കോട്ടെ, ആര് വേണമെങ്കിൽ കേക്ക് മുറിച്ചോട്ടെ, പണി അശ്വിനിക്കാന്ന് പറഞ്ഞോണോ കട്ടതാ എല്ലാം കൊണ്ട് പണി കൊടുക്കാൻ വേണ്ടി അശ്വിനീൻ്റെ അടുത്ത് വന്നതാണ്. അപ്പം ഞങ്ങൾ പറയാണ് വൈറ്റ് ഡ്രസ്സാണ് വേണ്ടടാ കുറേ പറഞ്ഞതുകൊണ്ട് മാത്രം വായിലൊതുക്കിയവൾ. ഓക്കെ, പക്ഷേ ഇവിടെ തുമ്പി അതാ നോക്കുന്നുള്ള കേക്കൊക്കെ ആ സാധനം കൊണ്ടുപോയി എന്നുള്ള മട്ടിലാണ് നോട്ടം. അമ്മേ അതിന്റെ സാധനങ്ങൾ ഇറക്കി ചേച്ചി എത്തുന്നുണ്ടോ? ഇതെന്താ മുക്കത്ത് പോയത് അല്ല എനിക്ക് പോയേ പോവളെ അത് 10 ആഴ്ച വിളിച്ച് നിന്റെ ഗിഫ്റ്റ് എടുക്കണേ അത് പരസ്യമായ രഹസ്യ. അല്ല പരസ്യമായി അത് ഇതാ ഗിഫ്റ്റ് കൊടുക്കുന്ന കാണുന്നില്ലല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വരി. ആ അതാ ഇങ്ങോട്ട് വീഡിയോ എടുക്കുന്ന ഞാനാണ്. ആ മോഹൻ കണ്ടില്ല എന്താ കാണിച്ചത്? ലോങ് വീഡിയോ എടുത്തോ? ലോങ് വീഡിയോ ഓണാണോ? പക്ഷെ ലോങ് വീഡിയോ ഓണാക്കി പോയതല്ലേ? ഇതാണ് ഇത് പൊതിമ ഏറ്റവും ഉണ്ടായ വിഷമം. ഇത് ദൂരെ എന്ത് കഷ്ടപ്പാടാന്നറിയോ ഒട്ടാത്തൊരു സെല്ലോ ടാപ്പും. ഈ ദൃശ്യം പ്രസവിച്ച ഭ്രാന്താവുമ്പോ വെക്കാനുള്ളതാ. ഇത് 3 കുട്ടികളാകുമ്പോ ഭ്രാന്തോ അന്നപ്പോ അമ്മയുടെ ഗിഫ്റ്റുകളോ കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഇവിടെ പെർഫ്യൂം ഇല്ലടി. അല്ലല്ല ആയില്ല തരും അവിടെ വെക്ക്. ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് തന്നെ കയറി കഴിക്കട്ടെ. ഇത് കാണിക്കുന്നതേ ഓർമ്മ ഉണ്ടാവും എനിക്കറിയാം. ഓ എണ്ണം കറക്റ്റ് ആക്കി വാങ്ങിയിട്ടുണ്ടല്ലോ അല്ലേ? ഓ 2 എണ്ണം പോയേ. ഷുഗറാണല്ലോ. മോനെ കുറേ മിഠായികൾ അടക്കല്ലിട്ടോ ഞാൻ കണ്ടിക്കാം. ക്യാമറമാൻ റോളിംഗ് അത് ഓണാക്കിയോ? ഓണം ഞാനാണെങ്കിൽ ഓണം എന്താ വഴി അപ്പൊ തിന്നാ പോരെ. ഇതും പേരുണ്ട് അനുശ്വരി പേരുണ്ടായിരുന്നു. താങ്ക് യു. ഏട്ടന്റെ ഓപ്പണാക്ക് ഓപ്പൻല്ലേ ആ സെലക്ഷൻ ആ ഫോൺ തിരിഞ്ഞു ആ തിരിച്ചെടുത്തിട്ട് നിങ്ങൾ മടക്കിയതാണല്ലോ ഇങ്ങനെ
മുണ്ടും ആരാ സെലക്ഷൻ നോക്കണം. സെലക്ഷൻ നോക്കണോ? ഭാവിക്ക് വേണേ ഒന്നുകൂടെ കൊടുത്തോ. ഭാവിക്ക് ഒന്നുകൂടെ കൊടുത്തോ. കണ്ടില്ല. നീ കഴിക്കണം. ഇളയമേ അച്ഛനും കേക്കിന് താല്പര്യ കക്ഷികളല്ല കേട്ടോ. എന്നാലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഒന്ന് തൊട്ട് നക്കി എന്നല്ലാതെ അച്ഛൻ വേണ്ട പറഞ്ഞാൽ എൻ്റെ സന്തോഷത്തിനും തൊട്ട് നക്കൂന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അങ്ങോട്ട് വാങ്ങി തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒരു 1-2 ഫോട്ടോസ് അവിടെ നിന്ന് എടുത്തു. പിന്നെ അതാ ഹേസുമ്മയൊക്കെ വൈകുന്നേരം ഏതോ ഒരു അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അച്ഛനും അമ്മയും കല്യാണിയും കട്ടയും ഹേസും കൂടെ. അങ്ങനെ നമ്മൾ നമ്മുടെ വലിയ സന്തോഷം അല്ലേ, ഒരു കുഞ്ഞ് സെലിബ്രേഷനായിട്ട് കുഞ്ഞതായിട്ടൊന്ന് നടത്തി. എല്ലാവരും കൂടെ അടിപൊളിയായിരുന്നു ഇല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുട്ടി ബാക്കിലൊരു പീസ് എന്താ അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓളെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് 22 അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബ്ലൗസ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. സാരിയൊക്കെയാണ് ഇത്രയും കുട്ടി ഇടുന്നത്. അന്നത്തെ ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഓള് ബ്ലൗസ് അടിച്ചത് വാങ്ങിക്കാൻ വേണ്ടി പോകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ വണ്ടിയിൽ കയറി. ഞങ്ങൾ നേരെ എത്തിയത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോഴേ ഓള് പറയുന്നുണ്ട്, ദൈവമേ ഞാനിവിടെ ലോക്കാവുമോ എന്തോ എന്ന്. കാരണം എന്തേ ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ തങ്ങി നമ്മൾ മറ്റേ പറയില്ലേ പുഴയിൽ ബ്ലേഡ് ഇട്ടോണം വെള്ളത്തിൽ ബ്ലേഡ് ഇട്ടോണം എന്നറിയില്ല, അവിടെ ഇവിടെയും തങ്ങി അങ്ങനെയാണ് ഓളെ ലക്ഷ്യസ്ഥാനത്ത് എത്താറ്. അങ്ങനെ എന്തായാലും ഇവിടെ വീട്ടിലെത്തിയിട്ടുണ്ട്. അമ്മമ്മയ്ക്കും അമ്മച്ചനൊക്കെ നേരത്തെ ഭക്ഷണമൊക്കെ ഇവിടേക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഭക്ഷണമൊക്കെ അയച്ചിരിക്കുന്നുണ്ടാവും. അങ്ങനെ നമ്മൾ പിന്നെ ചായയൊക്കെ കുടിച്ചിട്ട് പോവുക അശ്വിനി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അവിടെ ഇരുത്തിയിട്ടുണ്ട് കുട്ടീനെ. ഇനി ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഓളെ മുഖം ഇതങ്ങനെ, ഞാൻ അവിടെ പെട്ട് എനിക്ക് ബ്ലൗസ് അടിക്കാൻ വന്നതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കുട്ടി. ഒരുത്തി ബ്ലൗസ് അടിച്ചത് വാങ്ങാൻ വന്നതാണ് ഗൈസ്. അങ്ങനെ ഞങ്ങളുടെ അടുത്ത് പെട്ടു. ഇനി ചായ കുടിച്ചിട്ടേ പോകാൻ പറ്റുമോ? എങ്ങോട്ട്? അത്രയ്ക്കൊന്നും ഈ ഉറച്ചിയില്ല. തുമ്പിന്റെ അടുത്ത് വരരുത്. പാവയാന്ന് കണ്ടാള്. ബാഗൊക്കെ സ്പൈഡർമാനും സൂപ്പർമാനും വേണ്ട. നമ്മളോട് നമ്മളുടെ പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ പണ്ടത്തെ കഥ പറയില്ലേ, അതുപോലെ അയക്കുന്നു ഇപ്പം ഞങ്ങളും കേട്ടോ. അല്ലൂസിന് എല്ലാ വർഷവും 2-3 ബാഗൊക്കെ ആകുമ്പം ഓള് പറയാണ് നമ്മളൊക്കെ പണ്ട് എങ്ങനെയായിരുന്നു അല്ലേ, 1 തൊട്ട് 4 ഒരു ബാഗ്, 5 തൊട്ട് 7 വരെ ഒരു ബാഗ്. ഞാനൊക്കെ അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ചിലപ്പോൾ വെക്കേഷൻ സമയമാകുമ്പോൾ ബാഗൊക്കെ നന്നായി കഴുകി വെക്കും. എന്നിട്ട് കഴുകി ഉണക്കി അടുത്ത വർഷം അതേ ബാഗൊക്കെ തന്നെയായിരിക്കും. അല്ലാതെ എല്ലാ വർഷമൊന്നും നമുക്കൊന്നും ബാഗ് വാങ്ങിച്ചു തരില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആ കഥയൊക്കെ പറഞ്ഞ് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ അമ്മച്ചന് പിന്നെ ഫാനിൻ്റെ ടെക്നിക്സ് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ചൂടെപ്പോഴെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഈ ഫാൻ ഇങ്ങനെ എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ ഏട്ടൻ അതൊക്കെ കാര്യമായിട്ട് അമ്മച്ചന് പറഞ്ഞു കൊടുക്കുകയാണ് ഗൈസ്. ഞാനാണെങ്കിൽ വന്ന ക്ഷീണത്തിൽ അമ്മച്ചനോട് അവിടുത്തെ കഥകളൊക്കെ ഒന്ന് പറഞ്ഞ് പിന്നെ ഞാൻ സെറ്റ് മുണ്ടൊക്കെ എടുത്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് അങ്ങനെ കഥയും പറഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് നേരം. അങ്ങനെ ഞാനും അവിടെ ഇവിടെയും കഥയും പറഞ്ഞിങ്ങനെ ഇരുന്ന് ഇവിടെ വന്ന് നോക്കുമ്പം ഇവിടെ 3 കുട്ടികളും കൂടെ കാര്യമായിട്ടുള്ള പെയിൻറ്റിങ്ങിലാണ് കേട്ടോ. ഇവളെ അല്ലുവിൻ്റെയും തുമ്പീൻ്റെയും കൂടെ കൂടുമ്പം ഓരെക്കാളും ചെറിയ കുട്ടിയാവുമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇപ്പം നോക്കിക്കോ, തുമ്പി നൈസായിട്ട് ഓളെ പെയിൻറ്റിങ്ങിൽ പോയിട്ട് ഒന്ന് കളറടിച്ചതിനാണ് ഈ കരയുന്നത് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഈ മുമ്പിലുണ്ടല്ലോ ഒരു ബെഞ്ച് ഉണ്ട് കേട്ടോ. അതെനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ചായയൊക്കെ കുടിക്കാൻ നല്ലൊരു വൈബാണ് അവിടെ. അപ്പോൾ അങ്ങനെ ഏട്ടൻ അവിടെ ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട്. അമ്മമ്മ അത് അവിടെ നിന്ന് ചായ ആറ്റുന്നുണ്ട്. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ മുല്ലപ്പൂ കളയാൻ എനിക്ക് തോന്നിയില്ല. ഐ ആം എ മുല്ലപ്പൂ അഡിക്റ്റ്. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ സ്മെല്ലൊക്കെ. അപ്പോൾ ഞാനത് വെറുതെ കൊണ്ടുകിട്ടിയപ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചൊറച്ചിട്ടു. ഈ ഒരു ടൈമിൽ ഇവിടെ വന്നിരിക്കാൻ നല്ല രസമാണ് കേട്ടോ. മുന്നോട്ടുള്ള കാഴ്ചകളും ഒക്കെ. പിന്നെ ഇവരെ കളിയും കണ്ട് ഇങ്ങനെ കുറച്ച് നേരം ഇവിടെ ഇരുന്ന് പിന്നെ ഇവിടെ കഥ പറച്ചിലായിരുന്നു.
അങ്ങനെ ഞാനും ചായയൊക്കെ കുടിച്ചിരുന്നു. ഞാൻ ഇപ്പോൾ മാക്സിമം ചായ ഒഴിവാക്കിയിട്ട് വെള്ളമാണ് കേട്ടോ കുടിക്കാറ്. ഈ മധുരമില്ലാത്ത ചായ കുടിക്കുന്നതിന് നല്ലത് വെള്ളമല്ലേ അല്ലേ? എന്തൊരവസ്ഥ. ഡെലിവറി കഴിഞ്ഞിട്ട് വേണം എനിക്ക് എന്തെങ്കിലും ഒന്ന് വെട്ടി വിഴുങ്ങാൻ എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ എനിക്ക് ഷുഗർ വരുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ. കണ്ടോ നമ്മുടെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ്. നല്ല ഭംഗിയാണ് ഇവിടെ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം അശ്വിനി ഇതാ സെറ്റാക്കി കൊണ്ടുവന്നിരിക്കുന്നു. അവളുടെ പെയിൻറ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. താഴെ സൈനൊക്കെ ഇട്ടുണ്ട് ഓൾ ചെയ്തതാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ ബംഗാളി സാദാ കുടുംബ ഹേ. അതിലത് പക്കായ കൊറേ കപ്പു. അയ്യോ അമ്മമ്മയും കൂടെ ഇപ്പൊ സെറ്റായി. രാത്രിയായപ്പോൾ പണിയും കഴിഞ്ഞിട്ട് ഇതാ വലിയച്ഛൻ വന്നിട്ടുണ്ട്. ഇത് അശ്വിനീൻ്റെ അച്ഛനാണ്. അതിൻ്റെ ഇടയ്ക്ക് അശ്വിനി പോയിട്ട് ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തത് വാങ്ങി വരികയൊക്കെ ചെയ്തു. എന്നാലും രാത്രി വരെ അവിടെ ഇവിടെ ലോക്കായിട്ടുണ്ട്. ഓൾ എപ്പോൾ വന്നാലും ഇവിടെ ലോക്കാവുന്നുണ്ട് എന്തായാലും. അപ്പോൾ അതാ ഒരു രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. ഇനിയിപ്പം നമ്മൾ പോയി ഉറങ്ങട്ടെ. അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.